എനിക്ക് വൈകുന്നേരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ ഈ നേരമൊക്കെ ആകുമ്പോൾ ഫുട്ബോളിലേക്ക് നിർത്തിയിട്ട് തിരിച്ച് വീട്ടിൽ കയറേണ്ടി വരും. പക്ഷേ ഇവിടെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ദിവസം ഇപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് എയർ ഹോസ്റ്റസ് ആവാനായിരുന്നു ഇഷ്ടം. ഞാനാണെങ്കിൽ ആരും അറിയാണ്ട് ടെസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ അച്ഛനെ പേടിച്ച് ഞാൻ പോയില്ല. എന്തായാലും നീ പോകത്തോണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റിയത്. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വല്ല ഫ്ലൈറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഇന്നെന്താ ഒരു മാറ്റം പോലെ, എന്തോ ഒരു വ്യത്യാസം. എന്ത് പറ്റി? ഒന്നുമില്ല. നീ ആരെ എങ്ങനെ ഒഴിവാക്കണ്ട? അമ്മ എന്നാലും എടുത്തുവിടെ. എനിക്കറിയാം എന്തിനായിരിക്കും. ഏതായി വഴുതിരിങ്ങ? ഇത് പ്രവേശിക്കാണല്ലോ. ഇതിപ്പോൾ ആരയക്കാനാ? ഒന്നും കാണുന്നില്ല. മെയ്ഡ് ഇൻ ജർമ്മനി. പ്രഭചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെയല്ലേ? लास्ट टाइम कभी फोन किया था उसने? 1 साल से ऊपर हो. ムンバイで暮らす同僚でルームメイトの2人。 ഒട്ടും അറിയാത്ത ഒരാളെ എങ്ങനെയാ കല്യാണം കഴിക്കുക? കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഈ മേഘത്തിൻ്റെ കയ്യിൽ കുറച്ച് ഉമ്മ കൊടുത്തു വിട്ടാലോ? എന്തൊക്കെയാ ഇതിനെ പറ്റി ഇവിടെ ആൾക്കാർ പറഞ്ഞ നിനക്കുള്ള വിചാരമുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെക്കന്മാരുടെ ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട് കല്യാണത്തിന്. പക്ഷെ എനിക്കിപ്പോൾ കെട്ടണ്ട. എല്ലാം നമ്മുടെ തലയിൽ തൂരിക്കും. कहीं तो माया नगरी है. இந்த மாயை நம்பணும், இல்லைன்னா உனக்கு பைத்தியம் பிடிச்சிடும். ऐसे अगर गायब हो जाओ तो किसी को पता भी नहीं चलेगा. हमें पता चलेगा पार्वती. ありのままでいたいと願う女性たちのビタースイートな物語。私たちが光と思うすべて。